അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? പിണറായി അതിമാനുഷികനായിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത് പോരാടും എന്നാണ് പിണറായി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പി ജയരാജൻ രാവിലെ വന്ന് പറഞ്ഞിട്ടുള്ള ഇതൊരു ഗ്രാൻഡ് ഡിസൈൻ്റെ ഭാഗമാണ് എന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമാവുകയാണ്. പിണറായിയെ രക്ഷിച്ചെടുക്കുക, അല്ലെങ്കിൽ ഈ പാർട്ടി ഘടകങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വിമർശനമാണ് പിണറായി നേരിട്ടത്. പ്രതിപക്ഷ നേതാവായിട്ട് വരാൻ യോഗ്യനല്ല തുടങ്ങിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ, അതൊക്കെ ഇപ്പം അദ്ദേഹം മറികടന്നിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവായി ഇരിക്കാൻ ഒരേ ഒരാളെ നിലവിൽ പാർട്ടിയിൽ യോഗ്യതയുള്ളൂ, അത് പിണറായി വിജയനാണ് എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുന്നു ഈ റെയ്ഡ് കൊണ്ട്. റെയ്ഡ് കൊണ്ട് ഒരു തെറ്റായ കാര്യത്തിലാണ് റെയ്ഡ് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം പ്രതിപക്ഷ നേതാവല്ല മുഖ്യമന്ത്രി ആവാനുള്ള യോഗ്യതയും കൂടി നേടുകയാണ്. എന്നാൽ ഇവിടെ അദ്ദേഹത്തെക്കുറിച്ച് കൃത്യമായി 2020 ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ CMRLയിലുള്ള കേസിൽ കൃത്യമായി പറയുന്നുണ്ട്. 1,72,00,000 രൂപ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ എക്സാലോജി കമ്പനിയിലേക്ക് വരുമാനം കൊടുത്തിട്ടുണ്ട്. അതിന് യാതൊരു സേവനവും ചെയ്തിട്ടില്ല എന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥ ഫിനാൻസ് മാനേജർ തന്നെ മൊഴിയും കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെ കൊടുക്കുന്നതിന് കാരണം പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ സംതൃപ്തിപ്പെടുത്താനാണ് മകൾക്ക് കൊടുത്തത് എന്നും പറയുന്നുണ്ട്. കൂടാതെ PV എന്ന് പറയുന്ന പിണറായി വിജയന് 5,000 കോടി രൂപ മേലെ കൊടുത്തു എന്നാണ് അവസാനം വന്ന റിപ്പോർട്ട്. PV ഞാനല്ല എന്ന് പിണറായി വിജയൻ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അത് വളരെ വ്യക്തമായി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധി പറയുന്നുണ്ട് അത് പിണറായി വിജയൻ തന്നെയാണെന്നുള്ളത്. ഇങ്ങനെയുള്ളൊരു കാര്യത്തിൽ 2020 നടക്കേണ്ട അന്വേഷണവും മറ്റുള്ള കാര്യങ്ങളും പിണറായി വിജയൻ്റെ ഡൽഹി BJPയുമായിട്ടുള്ള സ്വാധീനം കാരണം ഇതുവരെ തൊട്ടില്ലായിരുന്നു. ഈ ഭരണം കഴിഞ്ഞപ്പോൾ BJPക്ക് മനസ്സിലായി ഇനി പിണറായി വിജയൻ ഒരു വിഴുപ്പ് പാണ്ഡമാണ്. ആ വിഴുപ്പ് പാണ്ഡത്തെ കൊണ്ട് നടന്നാൽ BJPയും വളരില്ല, കോൺഗ്രസ് കുത്തനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പകരം പിണറായി വിജയനെ പിടിച്ച് അകത്താക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് കേരളത്തിൽ BJPക്ക് വളരാൻ പറ്റും. ഇപ്പോൾ തൽക്കാലം കുറേ ആളുകളെ കൂട്ടിയിട്ട് ബഹളം ഉണ്ടാക്കിയത് കൊണ്ടോ അദ്ദേഹം കുറേ ഒച്ചപ്പാടുണ്ടാക്കിയത് കൊണ്ടോ ഒരാളുടെ സപ്പോർട്ടും കിട്ടിയില്ല. നമ്മളിപ്പോൾ നെറേറ്റീവ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചാനലുകാർ പറയുന്നത് എന്താ, ഈ വന്ന എൻഫോഴ്സ്മെൻറ്റുകാരെ ആക്രമിച്ച കാര്യം കൃത്യമായി കാണിച്ചിട്ടുണ്ട്. എന്തിനാണ് ഒരു എൻഫോഴ്സ്മെൻറ്റിൻ്റെ ആൾക്കാരെ അന്വേഷിക്കാൻ വരുമ്പോൾ ഇത്ര പേടിക്കുന്നത്? ഇത്ര ആൾക്കൂട്ടം എന്താണ്? അവരന്വേഷിച്ചോട്ടെ, കൃത്യമായി നടന്നോട്ടെ, അന്വേഷിച്ചിട്ട് തെറ്റില്ലെങ്കിൽ എനിക്കെന്താ എന്നല്ലേ പറയേണ്ടത്? പകരം ആൾക്കൂട്ടത്തെ CPMൻ്റെ അണികളെ അവിടെ കൂട്ടി ഗുണ്ടായിസം കാണിച്ചിട്ടാണോ അതിന് മാതൃക കാണിക്കേണ്ടത്? അത് അദ്ദേഹത്തിന് ഒരു നെറേറ്റീവ് അല്ല, അദ്ദേഹം ഗുണ്ടാ മാഫിയ തലവനാണെന്ന് കൂടി തെളിയിക്കുകയാണ്. അല്ല, ഇതിൽ യഥാർത്ഥത്തിൽ ഒരു രക്തസാക്ഷിത്വ പരിവേഷം പിണറായി വിജയന് ലഭിച്ചിരിക്കുകയാണ്. ഇപ്പൊ കണ്ണൂരും നടക്ക അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വലിയ ആളുകളാണ് അദ്ദേഹത്തെ രക്ഷിക്കാനായിട്ട് EDയെ കൂക്കി വിളിക്കാനായിട്ട് എത്തിയത്. അല്ല, CPMന് ആളുകളെ സംഘടിപ്പിക്കാൻ വലിയ അധികം സമയമൊന്നും വേണ്ടല്ലോ. അവർക്ക് 37% ആളുകൾ ഇപ്പോഴും സപ്പോർട്ടുണ്ട്. മാത്രമല്ല കേരളത്തിലൊരു ഗുണ്ടാ മാഫിയ സെറ്റപ്പ് പിണറായി വിജയനുണ്ട്. അത് കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും വാർഡ് തലത്തിലുമുണ്ട്. ഇവരവിടെയുള്ള മാഫിയകളാണ്. അവിടെയുള്ള മണ്ണിടലും, അതായത് ഭൂമിയിൽ വയൽ നികത്താനും അതിൽ മണ്ണ് ഇടിച്ചു തകർത്താനും മാറ പൊട്ടിക്കാനും ഇതിനൊക്കെയുള്ള മാഫിയകളാണ് പ്രവർത്തിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള മാഫിയ ഉണ്ടായിരുന്നു, റവന്യൂ വകുപ്പുള്ള മാഫിയ ഉണ്ടായിരുന്നു. അപ്പം ഇത്തരം മാഫിയകൾക്ക് എല്ലാ സ്ഥലത്തും അതിൻ്റെതായ ശക്തിയുണ്ട്. അവർക്ക് ആളെ കൂട്ടാൻ വലിയ പണിയൊന്നുമില്ല. നിയമനിഷേധം കൊണ്ട് ആളെ കൂട്ടാൻ പറ്റും, ബഹളം വെക്കാൻ പറ്റും, ഗുണ്ടായിസം കാണിക്കാൻ പറ്റും. ഇതാണ് ആ സെറ്റപ്പ്. യഥാർത്ഥ പാർട്ടി പ്രവർത്തകർക്ക് ഇവരുമായി യാതൊരു ബന്ധവുമില്ല. അപ്പം ഇവിടെ പിണറായി വിജയൻ അന്തസ്സായി ചെയ്യേണ്ടതാ, നിങ്ങളെല്ലാവരും പിരിഞ്ഞു പോയിക്കോ, അവർ വന്നിട്ട് അന്വേഷിച്ചോട്ടെ, ഇവിടെ ഒരു ചുക്കും കിട്ടാനില്ല എന്നല്ലേ പറയേണ്ടത്? അതല്ല അന്തസ്. അപ്പോഴല്ലേ ഇത് ഹീറോയിസം വരുന്നത്? കുറേ പാർട്ടി അണികൾ അവർ 10 പേരെ വിളിച്ചാൽ നമുക്ക് എല്ലാവർക്കും കിട്ടില്ലേ? ആ CPMനെ പോലെ കേരളത്തിൽ ശക്തിയുള്ള ഒരു പാർട്ടീൻ്റെ കുറേ ആളുകൾ വന്ന് ബഹളം കൂട്ടുക, എൻഫോഴ്സ്മെൻറ്റ് റെയ്ഡിന് വന്ന ആളുകൾ എന്ത് ചെയ്യുക, അവിടെ പ്രശ്നമുണ്ടാവുക, ഇതൊക്കെയാണ് അതിൻ്റെ ശരി? അതൊക്കെ ഗുണ്ടായിസമാണ്. ഗുണ്ടായിസം കാണിച്ച് ലോക ചരിത്രത്തിൽ ആരും വിജയിച്ചിട്ടില്ല. ഗുണ്ടായിസ പാർട്ടികളൊക്കെ അവസാനം തകർന്ന് തരിപ്പണമായിട്ടുള്ളൂ. താൽക്കാലികമാണ് അത്തരം കാര്യങ്ങൾക്കൊരു പരിവേഷം. അതേസമയത്ത് അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് ഹീറോയിസം കാണിച്ചു നോക്കട്ടെ, അങ്ങനെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ മകൾ 1,73,00,000 രൂപ അദ്ദേഹത്തിന്റെ മകളുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്ന് പറയുന്നത് നിഷേധിക്കാൻ പറ്റുമോ? ഇദ്ദേഹം കരിമണൽ കർത്തയുടെ അടുത്ത് പൈസ മേടിച്ചില്ല എന്ന് നിഷേധിക്കാൻ പറ്റുമോ? എൻ്റെ കൈവശമുണ്ടായിരുന്ന 10,000 കോടി രൂപയുടെ അദ്ദേഹത്തിന്റെ അനധികൃത നിക്ഷേപത്തിന്റെ രേഖകൾ. എന്തിന്? ലാവലിംഗ് കേസ്. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായ CITയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായ ബാലാനന്ദനാണ് ആ രേഖ തന്നത്. ഇപ്പൊ എന്താണ് ഇത് കാണുന്ന പാർട്ടി സഖാക്കൾ അടക്കമുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ പാർട്ടിയിലും ഇത്തരത്തിലുള്ള കള്ളന്മാരില്ലേ, പൈസ വാങ്ങുന്നവരില്ലേ, പിന്നെ എന്തിനാണ് ഞങ്ങളുടെ പിണറായിയെ മാത്രം നിങ്ങൾ ആക്രമിക്കുന്നതെന്നാണ് ചോദിക്കുന്നത് പാർട്ടി സഖാക്കൾ. അത് പല BJP ആണ് കുറ്റക്കാര്. കഴിഞ്ഞ 2020 പിടിച്ച് അകത്താക്കേണ്ടതായിരുന്നു.
പക്ഷേ പിണറായിനെ വെച്ചിട്ട് കേരളത്തിൽ BJP വളർത്താൻ ശ്രമിച്ചപ്പോൾ BJPയും വളർന്നില്ല, പിണറായി തകരുകയും ചെയ്തു. കോൺഗ്രസ് വളർന്നു. കോൺഗ്രസ് മുക്ത ഭാരത എന്ന ലക്ഷ്യം. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ജയിക്കുന്ന കേരളത്തിൽ കോൺഗ്രസ് വളരരുത് എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം 102 സീറ്റ് കിട്ടി. ഇനി മനസ്സിലായി പിണറായിക്ക് ഇത്രയുള്ള ശക്തിയുള്ളതെന്ന് മനസ്സിലായി. ഈ ഗുണ്ടകൾ എന്ന് പറഞ്ഞാൽ താൽക്കാലം ഒരു 1000-500 പേര് ഉണ്ടാക്കാൻ വലിയ പണിയാണ്. പൈസ കൊടുത്താൽ അവർ കേസുകളിനൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം പറഞ്ഞാൽ പിണറായിനടുത്ത് പൂത്ത പണമല്ലേ, അത് വലിയ കാര്യമൊന്നുമല്ല. ഇവിടുത്തെ ഗുണ്ടകൾ ചേർച്ചാൽ പലതും നടത്തുന്നില്ലേ? ഇവിടുത്തെ പ്രമുഖ ഗുണ്ടാ സംഘങ്ങൾ എന്തൊക്കെ കാട്ടിക്കൊടുക്കുന്നത്, അതുപോലെ ഒരു ഗുണ്ടാ സംഘത്തെയാണ് നമ്മൾ അവിടെ കണ്ടത്. അപ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല. ഇനി നിയമപരമായിട്ട് പിണറായി വിജയൻ പ്രതിയാണോ അല്ലേ, അല്ലെ വീണ വിജയൻ പ്രതിയാണോ അല്ലേ, അദ്ദേഹത്തിൻ്റെ കോടിക്കണക്കിന് രൂപ വിദേശത്തേക്ക് പോയിട്ടുണ്ടോ ഇല്ലേ, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് കോടി രൂപ വിദേശത്തുണ്ട് എന്നുള്ളതിന് തെളിവാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ലാവ്ലിൻ കേസിൽ അദ്ദേഹം എങ്ങനെയാണ് 278 കോടി രൂപയ്ക്കാണ് അദ്ദേഹം ഒരു പ്രൊഡക്ഷൻ കമ്പനി പോലാത്ത SNC ലാവ്ലിനായി എഗ്രിമെന്റ് ഒപ്പിട്ടത്. വെറും 105 കോടി രൂപയ്ക്ക് ചെങ്കുളം പന്നിയാർ പള്ളിവാസൽ ഈ 3 പദ്ധതികളുടെ പുനരുദ്ധാരണവും നവീകരണമായിരുന്നു. അപ്പോൾ ആ പദ്ധതിക്ക് 105 കോടി രൂപയ്ക്ക് ബെൽ എന്ന് പറയുന്ന ഇന്ത്യയിലെ നവരത്ന സ്ഥാപനം കംപ്ലീറ്റ് എക്യുപ്മെന്റ് സപ്ലൈയും അവരെല്ലാ അറ്റകുറ്റപ്പണികൾ എടുക്കും, അവർക്ക് മേൽനോട്ടം ഉണ്ടായിരിക്കും എല്ലാ കാലത്തും. ആ 105 കോടിക്ക് കൊടുക്കുന്നതിനെ പറ്റി 278 കോടിക്ക് കൊടുത്ത ആളാണ് പിണറായി വിജയൻ. അതാണ് കേസ്. പ്ലസ് 98.3 കോടി രൂപ കമല ഇന്റർനാഷണൽ മലബാർ ക്യാൻസർ സെന്റർ എന്ന് പറയുന്ന താങ്കളുടെ നാട്ടിലുള്ള, അതായത് തലശ്ശേരിയിലുള്ള മലബാർ ക്യാൻസർ സെന്ററിലേക്ക് വരേണ്ട പണം എവിടേക്കാ പോയത്? കനേഡിയൻ ഗവൺമെന്റ് കൊടുത്ത പൈസയാണ്. 75 കോടി രൂപ പിണറായി വിജയന്റെ ഭാര്യയുടെ പേരുള്ള കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്കാണ് പോയത്. ആ രേഖകൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ ലാവ്ലിൻ കേസിന്റെ രേഖകൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മുടെ മുഹമ്മദ് റിയാസ് എൻ്റെ ഓഫീസ് ആക്രമിച്ചത്. ഗുണ്ടായിസം കാണിക്കാൻ ആർക്കും കഴിയും. രണ്ടാമത് ഗുണ്ടായിസം കാണിച്ചിട്ട് അദ്ദേഹം കേസിലെ പ്രതിയായില്ലേ. ആ കേസ് അട്ടിമറിച്ചോ ഇല്ലെന്നുള്ള സംഭവം വേറെ. ഇവിടെയുള്ള പോലീസ് വന്ന് എൻ്റെ ഓഫീസ് വീട് റെയ്ഡ് ചെയ്യുമ്പോൾ ഞാൻ കുറെ ഗുണ്ടകളെ കൂട്ടിയിട്ട് ആക്രമിക്കുന്നതാണോ രീതി? ഇപ്പൊ ഊരിപ്പിടിച്ച വടിവാളുകൾക്കൊക്കെ ഇടയിലൂടെ ഒറ്റയ്ക്ക് നടന്നവനാണ് ഞാനെന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യമാണ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്ദ്രചന്ദ്രൻ എന്നെ തടയാൻ പറ്റില്ല. ഇത് അദ്ദേഹം വെല്ലുവിളിച്ചത് RSSനെയും BJPനെയും ഒക്കെയാണ്. യഥാർത്ഥത്തിൽ RSSും BJPയും പിണറായി വിജയന് മുമ്പിൽ വീണ്ടും തോറ്റിരിക്കുകയാണ്. ഇതെങ്ങനെയാ തോറ്റ? കുറെ ഗുണ്ടകളെ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കിയോണ്ട് കാര്യമുണ്ടോ? അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് കാണിക്കേണ്ടത്. ഇന്ന് EDനെ പോലെ ഒരു ഇങ്ങനെ വിലയില്ലാത്തൊരു സാധനത്തിന് അയാൾ പേടിച്ച് പറിച്ചിട്ടല്ലേ ആളുകളെ കൂട്ടിയത്. അയാൾ പറയണ്ട ഒരാളും കൂടരുത്, അവർ വന്ന് അവരുടെ ഡ്യൂട്ടി കഴിയട്ടെ. പിണറായി വിജയൻ പോലീസ് സേനയെ, ആഭ്യന്തര വകുപ്പിനെ നയിച്ച ആളാണ്. അപ്പോൾ പല കാലത്ത് അന്വേഷണത്തിന് പോയി ഗുണ്ടായിസം കാണിക്കുന്നതൊക്കെ പോലീസ് മടങ്ങിപ്പോരുകയാണ് ചെയ്യേണ്ടത്. ആ ഗുണ്ടാകളെ പിടിച്ച് അകത്താക്കുക ചെയ്യുന്നത്. ഇതിലിപ്പോൾ ആരാ കുടുങ്ങാൻ പോണത്? കാറ് തകർത്തവരൊക്കെ അകത്താവും. പിന്നെ പിണറായി വിജയനെതിരെയുള്ള കേസുകൾ കസ്റ്റഡിയിലാണ് MAB. ഡൽഹിയിൽ ഒരു പ്രതിഷേധം നടത്തുന്നതിന് കസ്റ്റഡി ചെയ്ത് വലിയ പ്രശ്നമല്ല. ഗുണ്ടായിസം കാണിക്കാതെ കാർ ഇടിച്ച് തകർക്കുന്ന രംഗമാണ് നമ്മൾ നേരിട്ട് കണ്ടത്. സാർ, ഇത് ഈ രംഗം ഓർക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്ന വേറൊരു രംഗമാണ്. അത് ശിവൻകുട്ടി കസേരന്റെ മുകളിലൊക്കെ കയറിയിട്ടുള്ള ഇതൊക്കെ എന്താണ് മാണിക്ക് നേരെ അതായത് നിയമസഭയിലെ ഡയസ് അടിച്ച് തകർത്ത നമ്മുടെ ശിവൻകുട്ടിയുടെ പ്രകടനമാണ് നമ്മൾ ഓർക്കുന്നത്. അതിലപ്പുറത്തേക്ക് ഗുണ്ടായിസമാണ്. കല്ലെടുത്ത് ഒരു കാറ്, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ കല്ലെടുത്ത് ഒരു കൂട്ടം ജനങ്ങൾ ആക്രമിക്കുന്നത് വീരത്വമൊന്നുമല്ല. പക്ഷെ നാളെ ഇവരൊക്കെ അകത്താവുമ്പോൾ പിണറായി വിജയൻ എന്താവും? നോക്കിച്ചിരിക്കും. പിണറായി വിജയന്റെ പേരിലേക്ക് വരുന്നില്ലല്ലോ. ഇതിൽ ഉറപ്പായിട്ട് ഇപ്പം ഇതിനകത്ത് വീണ വിജയൻ ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല, രേഖാമൂലം. ആ സമയത്ത് പിണറായി വിജയന് വന്ന പൈസ എന്ന് പറയുന്നത് ക്യാഷ് ആയിട്ടാണ്. അത് അവർ അഡ്മിറ്റ് ചെയ്ത് കൃത്യമായി ഉണ്ടാക്കി കൊടുക്കണം. ഇവിടെ ക്യാഷ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മറ്റേത് വീണ വിജയൻ അക്കൗണ്ടിലേക്കാണ്. ഇത് എന്താ ഫലം ഉണ്ടാകുമ്പോൾ വീണ വിജയൻ അറസ്റ്റിലാകും. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ സംഭവിക്കുമെന്ന് കരുതാം. എങ്കിലും ഈ ഒരു ഘട്ടത്തിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം, തീർച്ചയായിട്ടും പിണറായി വിജയൻ വിജയിച്ചിരിക്കുകയാണ്. RSSും BJP ഒക്കെ അദ്ദേഹത്തിന്റെ മുമ്പിൽ തോറ്റു തുന്നം പാടിയിരിക്കുകയാണ്. അതായത് ഒരു റെയ്ഡിന് വന്ന ആൾക്കാരോട് കട്ടായം പറയുന്നതല്ല ഒരു വിജയം എന്ന് പറയുന്നത്. കട്ടായം പറയുന്നത് എവിടെയാണ്? തൻ്റെ വീരശൂര പരാക്രമത്തെ എൻ്റെ മകൾക്ക് പൈസ വന്നിട്ടില്ല, അല്ല ഈ പൈസ കൃത്യമായി ഇന്ന കണക്ക് പ്രകാരം വന്നാണ് തെളിയിക്കുന്നതിലാണ്. ഇതിലൂടെ പിണറായിക്ക് സാധിച്ചൊരു കാര്യമുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇത്രയും അനുയായികൾ ഇപ്പോഴും ഉണ്ട് എന്ന് അദ്ദേഹത്തിന് കാണിക്കാൻ പറ്റി. അത് ഏത് പേറ പാർട്ടികൾക്കും ആളെ സംഘടിപ്പിക്കാൻ കഴിയും. അത് വലിയ കാര്യമല്ല. അതായത് പിണറായി വിജയന് ഗുണ്ടാ മാഫിയ സെറ്റപ്പ് ഉണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് ആ ഗുണ്ടാ സെറ്റപ്പ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ ഇങ്ങനെ കാണിച്ചാൽ പിണറായി വിജയന് വരുത്തിക്കാൻ പറ്റും.
അവരാണ് ഇവിടുത്തെ കൊലപാതകങ്ങൾ നടത്തുന്നത്, തട്ടിപ്പുകൾ നടക്കുന്നത്, ഗുണ്ടാ മാഫിയ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മയക്കുമരുന്ന് ലോബി അടക്കം പിണറായി വിജയൻ്റെ ഇതിൽപ്പെട്ട ചിലർക്കുണ്ട്. അപ്പോൾ അവർ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. കാരണം പിണറായി വിജയൻ അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കും. കാരണം പിണറായി വിജയൻ അവരുടെ അടുത്ത് നിന്ന് വരുമാനം വന്നുകൊണ്ടിരിക്കും. അതാണ് സിസ്റ്റം.